ചെന്നൈയിൽ നിന്ന് ആൻഡമാനിലേക്കുള്ള യാത്രയിലാണ്. ആൻഡമാനിൽ പോർട്ട് ബ്ലെയറിലാണ് നമ്മൾ ഇറങ്ങുന്നത്. ചെന്നൈയിൽ നിന്ന് ഫ്ലൈറ്റിൽ 1 മണിക്കൂർ മാത്രമുള്ളൂ ഇവിടെ എത്താൻ. ഇപ്പോഴും റോഡ് ട്രിപ്പുകൾ മാത്രം ചെയ്യുന്ന ഞങ്ങൾ വളരെ റെയർലി ആണ് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നത്. ബ്ലെയറിൽ ഞങ്ങൾ സ്റ്റേ ചെയ്തത് സിംഫണി സമുദ്ര ബീച്ച് സൈഡ് ജംഗിൾ റിസോർട്ടിലായിരുന്നു. 5 സ്റ്റാർ കാറ്റഗറിയിൽ വരുന്നതാണെങ്കിലും എക്സ്റ്റീരിയർ കുറച്ചുകൂടി നല്ലതാകാമെന്ന് തോന്നി. ഇൻഫിനിറ്റി പൂൾ ഏരിയ സൂപ്പർ ആയിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ ആദ്യം പോയത് ആൻഡമാനിലെ ഏറ്റവും പ്രശസ്തവും ചരിത്രപരവുമായ സ്ഥലത്തേക്ക്, സെല്ലുലാർ ജയിൽ, അല്ലെങ്കിൽ നമ്മൾ കേട്ടതുപോലെ കാലാപാനി ജയിൽ. ഇത് ഒരു സാധാരണ കെട്ടിടമല്ല. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ രക്തത്തിലാണ് ഇത് പണിതിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ഫ്രീഡം ഫൈറ്റേഴ്സ് അനുഭവിച്ച കഥകൾ ഞാൻ പറയേണ്ടതില്ലല്ലോ. കാലാപാനി മൂവി കാണാത്ത ഒരു മലയാളിയും ഉണ്ടാവുകയില്ല. ചുറ്റും വലിയ കെട്ടിടം, 7 വിങ്സ്, 693 സെല്ലുകൾ. ഓരോ സെല്ലും ഒരാൾ മാത്രം, ഒറ്റപ്പെട്ടതും ഇരുണ്ടതും. അവിടെ ചരിത്രം ഇപ്പോഴും ജീവിക്കുന്നു. രണ്ടാമത്തെ ദിവസം ഞങ്ങൾ പോയത് റോസ് ഐലൻഡിലേക്കാണ്. ഇപ്പോൾ നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഐലൻഡ് എന്നാണ് അറിയപ്പെടുന്നത്. പഴയ കെട്ടിടങ്ങളും അവശിഷ്ടങ്ങളും, ഗവർണേഴ്സ് ഹൗസ്, ചർച്ച്, ബേക്കറി, പ്രിന്റിംഗ് പ്രസ് എല്ലാം ഇപ്പോഴും കാണാം. വേൾഡ് വാർ 2-ൽ ജാപ്പനീസ് ഫോഴ്സസ് ഡിഫൻസ് ബേസ് ആയി ഉപയോഗിച്ചത് ഇവിടെയായിരുന്നു. ഇത് കാണുമ്പോൾ തോന്നും ഈ ചെറിയ ദ്വീപ് എന്തൂരം ചരിത്രം കണ്ടിരിക്കുന്നുവെന്ന്. ഈ ഐലൻഡിലെ മറ്റൊരു അട്രാക്ഷൻ ഇവിടുത്തെ ക്യൂട്ട് ഡീറുകളാണ്. അതിന് ഫുഡ് കൊടുക്കുന്ന ചേച്ചിയാണ് കൂടെയുള്ളത്. ഇവിടെ എല്ലായിടത്തും അതിനെ കാണാം. നല്ല രസമാണ്.